ശ്രീനന്ദയുടെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്കായി തിരുവല്ലാമലയിലേക്ക് കൊണ്ടുപോയി. ഐവർമഠം ശ്മശാനത്തിലാണ് ചടങ്ങുകൾ. 10:30 വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരെത്തി. CV അനുമോദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളം ചർച്ച ചെയ്തത്. ശ്രീനന്ദ എന്ന പെൺകുട്ടി, സ്കൂളിന് അഭിമാനം, അവിടെ കൂടിയിരുന്ന വിദ്യാർത്ഥികളെല്ലാം കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അധ്യാപകരുടെ പ്രിയപുത്രി എന്ന് വിളിക്കാം. സ്കൂളിൽ കലയായാലും കായികമായാലും മുന്നിൽ നിന്ന വ്യക്തി എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പറയുന്നു. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് എന്തായിരിക്കും? വൈകാരികമായ ഒട്ടേറെ നിമിഷങ്ങൾക്കാണ് നമ്മളിവിടെ കാഴ്ചക്കാരായത്. 10:30 ശ്രീനന്ദയുടെ മൃതദേഹം ഇവിടെ കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. അപ്പോൾ തന്നെ വലിയ ഒരു ജനാവലി ശ്രീനന്ദയ്ക്ക് അവസാനമായിട്ട് യാത്രാമൊഴി നൽകാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഈ ഒരു വീടിൻ്റെ ദുഃഖം, നാടിൻ്റെ മുഴുവൻ ദുഃഖമാവുന്നൊരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഈ ഒരു ഒട്ടേറെ സമയം കാത്തുനിന്ന് ഈ ശ്രീനന്ദയ്ക്ക് അവസാനമായിട്ട് യാത്രാമൊഴി നൽകി അവർ എല്ലാം മടങ്ങി. തുടർന്ന് 12:30 ശ്രീനന്ദയുടെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്കായി, സംസ്കാര ചടങ്ങുകൾക്കായിട്ട് തിരുവല്ലാമലയിലേക്ക് കൊണ്ടുപോയത്. ഈ ഒരു ദുഃഖം അത് സ്വാഭാവികമായിട്ട് ഈ നാട് മുഴുവൻ ഈ കുട്ടിയെ കാണാതായ നിമിഷം മുതൽ വലിയ ആശങ്കയിലായിരുന്നു. ഓരോ നിമിഷവും എണ്ണുന്നു എന്ന തരത്തിലായിരുന്നു പലരും കാത്തിരിപ്പുണ്ടായിരുന്നത്. അവസാനം എല്ലാവരുടെയും പ്രാർത്ഥനകളും കാത്തിരിപ്പൊക്കെ വിഫലമാക്കിക്കൊണ്ട് ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ കുട്ടിയുടെ മൃതദേഹം 1500 അടി താഴ്ചയിൽ കണ്ടെത്തിയത്. അതുമുതൽ വലിയ ആശങ്ക, എങ്ങനെ സംഭവിച്ചു, എന്താണ് സംഭവിച്ചത് എന്നുള്ള ദുരൂഹതകൾ ഒട്ടേറെ ചോദ്യമായിട്ട് ഉയർന്നിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇതിൽ കുറച്ചെങ്കിലും ദുരൂഹത അവസാനിച്ചത്. അപകടമരണമാണ് എന്നൊരു തരത്തിൽ തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. മരണകാരണം തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ്. ശരീരത്തിലുള്ള മുറിവുകളും പൊറലുകളും ഒക്കെ ഉയരത്തിൽ നിന്ന് വീണതാകാം, അല്ലെങ്കിൽ കല്ലുകളിൽ തട്ടിയും മരക്കൊമ്പുകൾ തട്ടിയും ഉണ്ടായതാകാം എന്നൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഇതിൽ ഒരു ആശങ്ക, ദുരൂഹത ഇല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് കുടുംബവും പ്രതികരിച്ചത്. കുട്ടി ഉയരത്തിൽ താഴത്തെ വീഴാതിരിക്കാൻ കിട്ടിയ കൈവരിയിൽ പിടിച്ചു നിൽക്കുന്നത് കണ്ട് കുട്ടിയോട് ഒന്ന് മാറണമെന്ന് പറഞ്ഞിരുന്നുവെന്നായി വലിയച്ഛനും പറഞ്ഞു. തുടർന്ന് അവർ മാറിയ ശേഷം ആയേക്കാം ഈ ഒരു അപകടം സംഭവിച്ചതെന്നാണ് അവരുടെയൊക്കെ തന്നെ ഒരു വിലയിരുത്തലുള്ളത്. മറ്റു ദുരൂഹതകളൊന്നുമില്ല, അപകടമരണമെന്ന തരത്തിൽ തന്നെയാണ് കുടുംബവും ഇപ്പോഴിതിനെ കാണുന്നത്. ഇനി എന്താണെങ്കിലും ഇതിൻ്റെ വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. എന്ത് സംഭവിച്ചു എന്നതിന് പോലീസിന് അന്വേഷണം നടക്കേണ്ടതുണ്ട്. മറ്റ് തരത്തിൽ പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങൾ അതെന്താണെങ്കിലും അത്തരത്തിൽ അതിക്രമങ്ങൾക്കോ മറ്റ് മോശമായ കാര്യങ്ങൾക്കൊന്നും തന്നെ ഈ കുട്ടി ഇരയായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം ആശ്വസിക്കുന്ന, അല്ലെങ്കിൽ കുടുംബം കരുതുന്ന ഒരു കാര്യം. എന്താണെങ്കിലും ജീവൻ നഷ്ടമായി. അതിനുപരി വലിയൊരു കാത്തിരിപ്പായിരുന്നു ഈ സംഭവം ഈ കുട്ടിയെ കാണാതായത് മുതൽ നാട് മുഴുവൻ നടത്തിയിരുന്നത്. 4-ാം തീയതി 40ഓളം പേർ ഈ നാട്ടിൽ നിന്ന് ഒന്നിച്ചാണ് വിനോദസഞ്ചാരത്തിന് പോയത്, ടൂർ പോയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ച് ആഘോഷിച്ച ആ നിമിഷങ്ങൾ അതിങ്ങനെ ഒരു വിലാപത്തിലേക്ക് അവസാനിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ ഒരു ദുഃഖം നാടിൻ്റെ മുഴുവൻ ദുഃഖമാവുന്ന കാഴ്ചയാണ് നമ്മൾ അല്പസമയം മുമ്പ് സാക്ഷ്യം വഹിച്ചത്. എന്താണെങ്കിലും ഇനിയുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിൽ വിശദാംശങ്ങൾ വരണം, വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം, പോലീസിൽ അന്വേഷണം നടക്കണം. ഇതിൽ ശേഷിക്കുന്ന ദുരൂഹത അതെന്ത് തന്നെയാണെങ്കിലും അത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അത് കണ്ടെത്തണമെന്നൊരാവശ്യമാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ തന്നെ പങ്കുവയ്ക്കാനുള്ളത്. ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കി അങ്ങനെ ഈ നാടിൻ്റെ പ്രിയപുത്രിയായ ശ്രീനന്ദ ഇവിടെ നിന്നും എന്നേക്കുമായി യാത്രയായി ഇനി തിരുവല്ലാമലയിലാണ് അന്ത്യകർമ്മങ്ങൾ നടക്കുക. ഹരി അതുതന്നെയാണ് അനുമോദ്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ശ്രീനന്ദ 14 വയസ്സുകാരിയാണെങ്കിൽ പോലും എല്ലാത്തിലും മിടുക്കിയായിരുന്നു. സ്കൂളിൽ കലയിലായാലും കായികത്തിലായാലും സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ശ്രീനന്ദ. അപ്പോൾ പഠിത്തത്തിലും മിടുക്കി. ടീച്ചർമാർക്ക് ശ്രീനന്ദ മാത്രമല്ല, ശ്രീനന്ദ പാട്ടിലും മിടുക്കിയാണ്. ശ്രീനന്ദ പാടുകയാണെങ്കിൽ തന്നെ അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് വരെ കുട്ടികൾ കേൾക്കാൻ വേണ്ടിയിട്ടെത്തും. അങ്ങനെ എല്ലാത്തിലും, കലയിലും കായികത്തിലും എല്ലാം കൂടി മിടുക്കിയായിരുന്ന ഒരു പെൺകുട്ടിയും കൂടിയാണെന്ന് നഷ്ടമാകുന്നതെന്നും കൂടി ഓർക്കുമ്പോൾ അത് വിദ്യാർത്ഥികൾ, കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഉൾപ്പെടെ ശ്രീനന്ദയുടെ മൃതശരീരം കണ്ട് കരയുന്ന കാഴ്ച സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ്. അവിടെ കൂടിയുന്ന ടീച്ചർമാരാവട്ടെ, അധ്യാപകർ, എല്ലാവരുടെയും കരച്ചിൽ അത് തന്നെയാണ് കാണുന്നത്. നാട്ടുകാർക്കും അതനുസരിച്ചുള്ള വിഷമം തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ്. നമുക്ക് അത് കാണുമ്പോൾ തന്നെ ശ്രീനന്ദയുടെ ഒരു അക്കാഡമിക് ജീവിതം, അല്ലെങ്കിൽ ഒരു കുട്ടി സ്കൂളിന് വേണ്ടി നൽകിയ സംഭാവനകൾ, അത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അധ്യാപകർ അവർ പറയുന്നത് എന്താണ്?
തീർച്ചയായും ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ ഈ ഒരു വേദന ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അവരിൽ ഒരാളായിട്ട് അവരിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു കുട്ടിയായിരുന്നു. ഈ പറഞ്ഞ അക്കാദമിക് ആണെങ്കിലും അതിനപ്പുറത്തുള്ള മികവുകളൊക്കെ തന്നെ സ്വയം അടയാളപ്പെടുത്തിയ ഒരു കുട്ടിയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ എത്തിയ കുട്ടികൾ പലർക്കും കരയാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. പലരും മിങ്ങി പൊട്ടുകയായിരുന്നു, റീത്ത് സമർപ്പിച്ച് മാറി നിന്ന് പൊട്ടിക്കരയുകയായിരുന്നു. ഇങ്ങനെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര വേദന ഉള്ളവരായിരുന്നു ഇവിടെ എത്തിയ ഓരോ കുട്ടികളും അധ്യാപകരും ഒക്കെ. അവർക്ക് ഇതിൽ ശ്രീനന്ദയ്ക്കൊപ്പം പഠിച്ചവരുണ്ട്, ശ്രീനന്ദയുടെ സുഹൃത്തുക്കളുണ്ട്, ശ്രീനന്ദയെ അറിയുന്നവരുണ്ട്, ശ്രീനന്ദയുടെ ഈ ഒരു വാർത്ത കേട്ടറിഞ്ഞ് വന്നവരുണ്ട്. അങ്ങനെ പല തലങ്ങളിലുള്ള പല മേഖലകളിലുള്ള ഒരുപാട് പേരാണ് ഈ ഒരു വിഷമം പങ്കുവയ്ക്കാൻ, കുടുംബത്തിൻ്റെ വേദന അവരുടെ വേദനയായി കണ്ട് ഇവിടെ എത്തി അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാണെങ്കിലും ഒരു വല്ലാത്ത ഘട്ടത്തിലൂടെയാണ് ഈ ഒരു കുടുംബം കടന്നു പോകുന്നത്. അതിലുപരി ഇതിൽ ഇനിയും ശേഷിക്കുന്ന സംശയങ്ങൾ തീർക്കണം എന്ന ഒരു ആവശ്യം തന്നെയാണ് ന്യായമായിട്ടും ഉയരുന്നത്. എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയുക, അതാണ് ഇനി ബാക്കിയുള്ള ശേഷിക്കുന്ന ഒരു ദുരൂഹത. അത് ഏറെ വൈകാതെ തന്നെ സാധ്യമാകുമെന്നൊരു പ്രതീക്ഷയാണ് ഇനി ഇവർക്ക് ബാക്കിയുള്ളത്. ഹരി, അത് തന്നെയാണ് ഉള്ള അവസാന ദുരൂഹത വരെ നീക്കുക എന്നത് തന്നെയാണ് ശ്രീനന്ദയുടെ കുടുംബവും വിദ്യാർത്ഥികളും അല്ലെങ്കിൽ അധ്യാപകരും എല്ലാം തന്നെ ആഗ്രഹിക്കുന്നത്. CB അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്.